हाय फ्रेंड्स, वेलकम बैक टू हिंदी एजू मंत्र। इന്ന് നമ്മൾ प्रेमचंद द्वारा लिखित एक प्रसिद्ध उपन्यास गोदान के बारे में चर्चा करेंगे। ഗോദാൻ പ്രേംചന്ദിന്റെ പ്രസിദ്ധമായ ഒരു ഉപന്യാസമാണ്. ഉപന്യാസം എന്നാൽ എന്താണ്? നോവൽ. ആ നോവൽ ഗോദാൻ അതിനെക്കുറിച്ചുള്ള ഒരു സമീക്ഷയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. मुंशी प्रेमचंद एक ऐसे लेखक है जिनके उपन्यास हमें लोगों के यथार्थवादी जीवन से रूबरू कराते हैं. പ്രേംചന്ദിന്റെ ആദ്യത്തെ രചനകളെല്ലാം തന്നെ ആദർശവാദിയാണ്. പിന്നീട് അത് യഥാർത്ഥവാദിയായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ അവസാന ഘട്ടത്തിലുള്ള കുറെ രചനകളെല്ലാം തന്നെ ആദർശോന്മുഖ യഥാർത്ഥവാദി രചനയാണ്. അതുകൊണ്ട് തന്നെ പ്രേംചന്ദിനെ നമ്മൾ എങ്ങനെ വർണ്ണിക്കുന്നു? ആദർശോന്മുഖി യഥാർത്ഥവാദി രചനാകാർ എന്നാണ് പ്രേംചന്ദിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഉപന്യാസം എന്ന് പറയുന്നത് യഥാർത്ഥവാദി യഥാർത്ഥ ജീവിതവുമായി ബന്ധപ്പെട്ട രചനയാണ്. ഉനെ ഹിന്ദി സാഹിത്യമേ एक नई प्रवृत्ति का आरंभकर्ता माना जाता है. അല്ലെ, പ്രേംചന്ദിനെ അറിയാത്തവർ ആരും തന്നെ ഇല്ല. ഹിന്ദി സാഹിത്യം നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രേംചന്ദ് നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും പ്രസിദ്ധനായ ഒരു രചനാകാരാണ്. അപ്പൊ ഹിന്ദി സാഹിത്യത്തിലെ ഒരു ആരംഭകർത്ത ശുരുവാത്ത് പ്രേംചന്ദിൽ നിന്നാണ് എന്നാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രേംചന്ദ് एक പ്രസിദ്ധ ലേഖക കൂടിയാണ്. गोदान प्रेमचंद का अंतिम और सबसे महत्वपूर्ण उपन्यास माना जाता है. ഇപ്പൊ ഗോദാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗോദാൻ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ എന്താണ്? ഗോദാൻ, ഗായ് ദാൻ അല്ലെ, ഗോദാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രേംചന്ദ് ക അന്തിം ഓർ സബ്സേ മഹത്വപൂർണ്ണ ഉപന്യാസാണ്. പ്രേംചന്ദിന്റെ അവസാനത്തെ നോവലാണ്. അതുപോലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നോവൽ കൂടിയാണ് गोदान. कुछ लोग इसे उनकी सर्वोत्तम कृति भी मानते हैं. കുറച്ച് സാഹിത്യകാരും അതുപോലെ തന്നെ കുറച്ച് പണ്ഡിതന്മാർ പറയുന്നത് പ്രേംചന്ദിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കൃതിയാണ് ഗോദാൻ. इसका प्रकाशन 1936 ईस्वी में हिंदी ग्रंथ रत्नाकर कार्यालय बम्बई द्वारा किया गया था. प्रकाशन 1936 इसमें भारतीय ग्राम समाज एवं परिवेश का सजीव चित्रण है. നമ്മുടെ ഭാരതത്തിലെ ഗ്രാമീണ സമസ്യകൾ ഇതിൽ കൂടുതലായിട്ടും ചിത്രീകരിച്ചിട്ടുണ്ട്. ഗോദാൻ ഗ്രാമ്യ ജീവൻ और കൃഷി സംസ്കൃതി കാ മഹാകാവ്യ है. ഗോദാൻ എന്ന് പറയുന്നത് ഗ്രാമീണ ജീവനും ഗ്രാമീണ ജീവിതവും ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിലുള്ളതാണ്. അതുപോലെ തന്നെ കൃഷി സംസ്കൃതി, കർഷകരുടെ പ്രശ്നങ്ങൾ, കർഷകരുടെ സമസ്യകൾ എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു മഹാകാവ്യമാണ് ഗോദാൻ എന്ന് പറയുന്നത്. इसमें प्रगतिवाद, गांधीवाद और मार्क्सवाद या साम्यवाद का पूर्ण परिप्रेक्ष्य में चित्रण हुआ है. ഇതിൽ പ്രഗതിവാദം ഉണ്ട്. പ്രഗതിവാദം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലേ, നമ്മൾ എന്ത് അനീതി കണ്ടാലും അതിനെതിരായിട്ട് ഘോരം ശബ്ദമുയർത്തുക അല്ലെ, അതാണ് പ്രഗതിവാദം എന്ന് പറയുമ്പോൾ. ശബ്ദമുയർത്തണം. നമ്മൾ എന്തനീതി കണ്ടാലും നമ്മൾ അതിനെതിരെ ശബ്ദമുയർത്തുന്നു. അങ്ങനെ പ്രഗതി, ഉയർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ സമുദായത്തിനും സമൂഹത്തിനും ദേശത്തിന്റെയും ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ നമ്മുടെ കലം അതിനു വേണ്ടി, നമ്മുടെ പെന്ന് അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് അതിൽ കൂടുതലായിട്ടും പറയുന്നത്. പിന്നെ ഗാന്ധിവാദമുണ്ട്, അതുപോലെ തന്നെ മാർക്സവാദ്, സാമ്യവാദ് എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഈ ഗോദാൻ എന്ന രചനയിൽ ഒരുമിച്ച് കൂടി ചേർന്നിട്ടുണ്ട്. ഇനി ഗോദാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗോദാൻ ഹിന്ദി കെ ഉപന്യാസ് സാഹിത്യ കെ വികാസ് കാ ഉജ്ജ്വലതം പ്രകാശ സ്തംഭ ഹെ. ഗോദാൻ എന്ന് പറയുന്നത് ഹിന്ദി ഉപന്യാസ സാഹിത്യം മൊത്തം നോക്കുകയാണെങ്കിൽ അതിന്റെ വികസനത്തിന്റെ പ്രകാശ സ്തംഭമാണ് എന്ത് പറയുന്നത്? ഗോദാൻ എന്ന നോവൽ. ഗോദാൻ के नायक और नायिका होरी और धनिया के परिवार के रूप में हम भारत की एक विशेष संस्कृति को सजीव और साकार पाते हैं. ऐसी संस्कृति जो अब समाप्त हो रही है या होने जाने को है, फिर भी जिसमें भारत की मिट्टी की सौंधी सुबास भरी है. प्रेमचंद ने इसे अमर बना दिया है. അപ്പൊ പ്രേംചന്ദ് ഈ രചനയിലൂടെ ഗോദാന്റെ നായിക ഹോരി और ധനിയ
ഇവർ രണ്ടുപേരാണ് ഇതിലെ നായക് और നായിക. പരിവാർ, അവരുടെ കുടുംബം, ഫാമിലിയെ ഒന്നിച്ച് കൊണ്ടുപോകാനായിട്ട് അവർ അനുഭവിക്കുന്ന കഷ്ടതകൾ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഫാമിലിയെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ഫാമിലിയിലെ ഏറ്റവും മുതിർന്ന ആളുകൾ അനുഭവിക്കുന്ന കഷ്ടതകളാണ് ഈ രചനയിലൂടെ പ്രേംചന്ദ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഭാരതിക്ക് വിശേഷ സംസ്കൃതിയാണ് അല്ലെ, ഭാരതത്തിന്റെ സംസ്കൃതിയാണ് ഈ ഫാമിലി, സംയുക്ത പരിവാർ എന്ന് പറയുന്നത്. അപ്പൊ പരിവാറിനെ ഒരുമിച്ച് കൂടി യോജിപ്പിച്ച് കൊണ്ടുപോകുന്നത് ഭാരതത്തിന്റെ ഒരു സംസ്കൃതിയാണ്. ആ സംസ്കൃതി ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സംസ്കൃതി നഷ്ടപ്പെടാതിരിക്കാനായിട്ടുള്ള ഒരു നമുക്ക് ഏറ്റവും വലിയൊരു പാഠമാണ് ഈ പ്രേംചന്ദിന്റെ ഈ ഗോദാൻ എന്ന നോവൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. गोदान प्रेमचंद का हिंदी उपन्यास है जिसमें उनकी कला अपने चरम उत्कर्ष पर पहुंची है. ഗോദാൻ എന്ന് പറയുന്ന പ്രേംചന്ദിന്റെ പ്രസിദ്ധമായ ഉപന്യാസമാണ്. അദ്ദേഹത്തിന്റെ ഉപന്യാസ കലയുടെ ഏറ്റവും ഉയരത്തിലുള്ള ഒരു പ്രകാശം എന്ന് പറയാം, പ്രകാശ സ്തംഭമായിട്ടാണ് ഈ ഉപന്യാസം ഇപ്പോഴും നിലനിൽക്കുന്നത്. അതായത് അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ഉപന്യാസമാണ് ഗോദാൻ. गोदान में भारतीय किसान का संपूर्ण जीवन, उसकी आकांक्षा और निराशा, उसकी धर्म भीरुता और भारत परायणता के साथ स्वार्थपरता और बैठकबाजी, उसकी बेबसी और निरीहता का जीता जागता चित्र उपस्थित किया गया है. ഗോദാനില് ഭാരതീയ കിസാൻ ഒരു ഇന്ത്യൻ കർഷകന്റെ സമ്പൂർണ്ണ ജീവൻ, പൂർണ്ണ ജീവൻ മൊത്തം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉസ്കി ആകാംക്ഷ, നിരാശ, ഉസ്കി ധർമ്മഭീരുത അല്ലെ, അദ്ദേഹം ഒരു സാധാരണ ഒരു കിസാൻ, ഒരു കർഷകന്റെ ആകാംക്ഷയും നിരാശയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മതത്തോടുള്ള പേടി, ധർമ്മഭീരുത, भारत परायणता के साथ स्वार्थपरता और बैठकबाजी, उसकी बेबसी और निरीहता का जीता जागता चित्र उपस्थित किया गया है. ഒരു ജീവിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് അദ്ദേഹത്തിന്റെ ഈ ധനിയ, അതുപോലെ തന്നെ ഹോരി ധനിയ. ഇവർ രണ്ടുപേരെയും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു സ്വാർത്ഥതയുമില്ല. അതായത് പരായണത, ഭാരത പരായണത എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യാനായിട്ട് മുന്നിട്ടിരിക്കുന്നതും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു തോൽവിയാണ് ഈ രചനയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഒരു കർഷക ആത്മഹത്യകളെല്ലാം ഇപ്പോൾ നടക്കുന്നുണ്ടല്ലേ. അപ്പോൾ അത് പണ്ട് തന്നെ നമ്മുടെ പ്രേംചന്ദ് അത് മുൻകൂട്ടി കണ്ട് എഴുതിയ ഒരു രചനയായിട്ടാണ് നമുക്ക് ഈ ഗോദാൻ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത്. കാരണം ഗോദാനിൽ നടന്നിരിക്കുന്ന അതേ പ്രശ്നങ്ങൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കർഷക ആത്മഹത്യയായിട്ട് പല രീതിയിൽ അത് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പണ്ട് ജമീന്ദാർ ശോഷനാണ്, ഇന്ന് അത് രാജനീതിക്ക് ശോഷനായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ശോഷൺ ഇന്നും നമ്മൾ അനുഭവിക്കുന്നുണ്ട്, പല രീതിയിലുള്ള ശോഷൺ ഇന്നും അനുഭവിക്കുന്നുണ്ട്. അതുപോലെ കർഷകരാണെങ്കിലും ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് ഇന്നും ആ പണ്ടത്തെ നമ്മുടെ ഹോരി എന്ന കർഷകൻ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിപ്പുള്ളതായിട്ട് നമുക്ക് ഈ രചന വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. उसकी गर्दन जिस पैर के नीचे दबी है उसे सहलाता, क्लेश और वेदना को जुगलाता, मर्जात की झूठी भावना पर गर्व करता, ऋणग्रस्तता के अभिशाप में पिसता, तिल तिल शूलों भरे पद पर आगे बढ़ता, भारतीय समाज का मेरुदंड एक किसान कितना शिथिल और जर्जर हो चुका है, एक गोदान में प्रत्यक्ष देखने को मिलता है. അപ്പോൾ ഒരു കിസാൻ എന്ന് പറയുമ്പോൾ ഉസ്കി ഗർദൻ ജിസ് പൈർ കെ നീച്ചെ ദബി ഹെ, പണ്ടത്തെ കിസാൻ എന്ന് പറയുന്നത് എന്താണ്, ജമീന്ദാർ ആണ് അല്ലെ. ജമീന്ദാർ നമ്മളെ പല രീതിയിൽ ശോഷണം ചെയ്യുന്നു. അതായത് പണ്ടത്തെ കിസാൻ എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ കർഷകരുടെ പാട്ടത്തിനെടുത്ത്, നമ്മൾ കർഷകർ കുറേ ജമീന്ദാർമാരുടെ കൃഷിയിടങ്ങളെല്ലാം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നു. അങ്ങനെ കൃഷി ചെയ്യുമ്പോൾ അവർ അനുഭവിക്കുന്ന സഹനതകൾ, കാരണം അവർ അധ്വാനിക്കാൻ വേണ്ടിയുള്ള ഒരു വർഗമായിട്ട് മാറുന്നു കർഷകര്. അവർ അധ്വാനിക്കുന്നു, അതിന്റെ ഫലം മൊത്തം ഏറ്റെടുക്കുന്നത് ജമീന്ദാറാണ്. അതാണ് ഈ നോവലിൽ നമുക്ക് കാണാനായിട്ട് പറയുന്നത്. അപ്പോൾ അവരുടെ വേദന എന്താണ്, അതുപോലെ തന്നെ
അവരുടെ ഋണഗ്രസ്തത എന്ന് പറഞ്ഞാൽ എന്താ? ഋണം എന്ന് വെച്ചാൽ കടം അല്ലെ. അവർക്ക് ഒരുപാട് കടം വരുന്നു. കാരണം അവർ ഈ കൃഷിയിടത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പൈസ ഇറക്കി കൃഷി ചെയ്യുന്നു. പക്ഷെ അതിനെ അനുസരിച്ചുള്ള അവർക്ക് വരുമാനം ഇല്ല, അവർക്ക് കിട്ടാനില്ല. കാരണം ആ കൃഷിയിടത്തിൽ നിന്ന് എന്ത് കിട്ടുന്നു അതിൻ്റെ ഒരു പങ്ക് മാത്രമേ അവർക്ക് സ്വന്തമായിട്ടുള്ളൂ, ബാക്കിയെല്ലാം ജമീന്ദാറിന് കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ അവർ അനുഭവിക്കുന്ന വേദന, തിൽ തിൽ ശൂലോം വരെ പതുപ്പർ ആകെപ്പെടുത്ത അവർ ഓരോ കാൽവെപ്പും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശൂലോം വരെ പതുപ്പർ എന്ന് വെച്ചാൽ എന്താ? ഓരോ കാൽവെപ്പും അവർ ശൂലത്തിന് മേലെ കാല് വെച്ച് അപകടത്തിലൂടെ നടന്നു പോവുകയാണ് അവർ ചെയ്യുന്നത്. അത്രയും കഷ്ടപ്പാടാണ്. ഭാരതീയ സമാജ് കാ മേരുദണ്ഡ് കിസാൻ കിത്നാ ശിഥിൽ ഔർ ജർജർ. ഈ കിസാൻ, ഈ നോവലിലെ കിസാൻ എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ ഭാരത സമൂഹത്തിൽ ഉണ്ടാകുന്ന കിസാന്റെ വേദനകളെല്ലാം തന്നെ ഈ കിസാനിലൂടെ, ഹോരി എന്ന കിസാനിലൂടെ പ്രേംചന്ദ് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. नगरों के कोलाहलमय चकाचौंध ने गांवों की विभूति को कैसे ढक लिया है। जमींदार, मिल मालिक, पत्र संपादक, अध्यापक, पेशेवर वकील और डॉक्टर, राजनीतिक नेता और राज कर्मचारी जोंक बने कैसे गांव के इस निरीह किसान का शोषण कर रहे हैं और कैसे गांव के ही महाजन और पुरोहित उनकी सहायता कर रहे हैं। गोदान में ये सभी तत्व नगदर्पण के समान प्रत्यक्ष हो गए हैं. तो नगरों के कोलाहलमय चकाचौंध ने गांवों की विभूति को कैसे ढक लिया है. അതായത് നഗരത്തിലെ കോലാഹലം അല്ലെ, നഗരത്തിലെ കോലാഹലത്തിൽ നിന്നും വ്യത്യസ്തമാണ് ഗ്രാമത്തിൽ അനുഭവിക്കുന്നത്. അപ്പൊ നഗരം ഗ്രാമത്തെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നഗരത്തിലെ കോലാഹലമായിട്ടുള്ള ജീവിതത്തിൽ നിന്നും ഗ്രാമത്തിലെ ശാന്തപരമായ ജീവിതത്തിലും ഈ നഗരത്തിന്റെ ചൂഷണത നമ്മൾ അനുഭവിക്കുന്നു. ജമീന്ദാർ, ആരൊക്കെയാണ് നമ്മുടെ ഈ നോവലിലെ കിസാനെ ശോഷണം ചെയ്യുന്നത്? ഇതിലെ കർഷകനായ ഹോരിനെ ശോഷണം ചെയ്യുന്നത് ജമീന്ദാറുണ്ട്, മിൽ മാലിക്, മില്ലിന്റെ മാലിക് ഉണ്ട്, പത്രസമ്പാദകുണ്ട്, പത്ര എഡിറ്റർ ഉണ്ട്, അധ്യാപകനുണ്ട്, പേശേവർ വക്കീലുണ്ട്, ഡോക്ടറുണ്ട്, രാജനീതിക്, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, രാജകർമ്മചാരി, അങ്ങനെ ഒത്തിരി എല്ലാ ഓഫീസേഴ്സും ഈ ഏതൊക്കെ രീതിയിലാണ് ഈ ഗ്രാമത്തിലെ ഈ പാവപ്പെട്ട കിസാനെ ശോഷണം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഈ നോവലിലൂടെ കാണാനായിട്ട് കഴിയും. കൈസേ ഗാവ് കെ ഹി മഹാജൻ और പുരോഹിത ഉൻകി സഹായത കർ രഹേ. ആ സമയത്ത് ഗ്രാമത്തിൽ തന്നെ മഹത്തായ വ്യക്തികളും പുരോഹിതന്മാരും ഏതൊക്കെ രീതിയിൽ അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതും നമുക്ക് ഈ നോവലിലൂടെ കാണാനായിട്ട് കഴിയുന്നു. ഗോദാൻ മേ യേ സഭീ തത്വ നഖദർപ്പൺ കെ സമാൻ പ്രത്യക്ഷ ഹോ ഗയേ ഹൈ. അപ്പോൾ ഗോദാനിൽ ഇതെല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട്, ചൂഷണം ചെയ്യുന്നതും അതുപോലെ സഹായിക്കുന്നതും രണ്ട് രീതിയിലുള്ള കാര്യങ്ങളും ഈ ഗോദാനിൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. गोदान वास्तव में 20वीं शताब्दी की तीसरी और चौथी दशाब्दियों के भारत का ऐसा सजीव चित्र है जैसे हमें अन्यत्र मिलना दुर्लभ है. അല്ലെ, 20ാം നൂറ്റാണ്ടിലെ എന്ന് പറഞ്ഞാൽ ഈ ഗോദാൻ എന്ന് പറയുന്നത് എത്രയോ ദശാബ്ദങ്ങളായിട്ട് പണ്ട് തന്നെ നടക്കുന്ന ഒരു ചൂഷണങ്ങൾ തന്നെയാണ്. ഈ എത്ര നമ്മൾ കാലഘട്ടങ്ങൾ മാറിയാലും കർഷകരോട് ചെയ്യുന്ന ചൂഷണങ്ങൾക്ക് ഒരു കുറവും സംഭവിക്കുന്നില്ല എന്നുള്ള ഒരു പാഠമാണ് ഈ നോവലിലൂടെ നമുക്ക് പ്രേംചന്ദ് കാണിച്ചു തരുന്നത്. गोदान में बहुत सी बातें कही गई है. जान पड़ता है प्रेमचंद ने अपने संपूर्ण जीवन के व्यंग्य और विनोद, कसक और वेदना, विद्रोह और वैराग्य, अनुभव और आदर्श सभी को इसी एक उपन्यास में भर देना चाहा है. അപ്പോ ഗോദാനില് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ജാൻ പഠിത്താ ഹെ പ്രേംചന്ദിനെ അപ്പനെ സമ്പൂർണ്ണ ജീവൻ കെ പ്രേംചന്ദ് തന്റെ ജീവിതം സമ്പൂർണ്ണ ജീവിതത്തിന്റെ വ്യംഗ്യ ഓർ വിനോദ്, കസക് ഓർ വേദന, ദുഃഖം, വേദന, സന്തോഷം, വ്യംഗ്യ, അതുപോലെ വിദ്രോഹ്, വൈരാഗ്യ, വെറുപ്പ്, വൈരാഗ്യം, അനുഭവ, ആദർശ്, എക്സ്പീരിയൻസ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിത ആദർശങ്ങൾ എല്ലാം തന്നെ ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് ഈ നോവലിലൂടെ.
कुछ आलोचकों को इसी कारण उसमें अस्त व्यस्तता मिलती है. उसका कथानक शिथिल, अनियंत्रित और സ്ഥാന സ്ഥാൻ पर അതിനാടകീയ ജാൻ പെടുത്താ ഹെ. കുറച്ച് ആലോചകർ ഇതിൽ കുറെ അസ്തവ്യസ്തതയൊക്കെ കാണുന്നുണ്ടെങ്കിലും കുറെ ചിലർക്ക് ആലോചക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിസൈസേഴ്സ് ആണ്. അവർക്ക് ഒത്തിരി പല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ നോവലിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നു. ഉസ്ക കഥാനക് ശിഥിൽ, അനിയന്ത്രിത്. കഥാനക് എന്ന് പറയുന്നത് കഥാനക് ശിഥിലമാണ്, നിയന്ത്രിക്കാൻ പറ്റാത്താണ്. സ്ഥാൻ പർ നാടകീയ ജാൻ പെടുത്തായ. നാടകം, ഒരു നാടകം എങ്ങനെയാണോ, അതായത് ക്യാരക്ടേഴ്സ്, ഒരു നാടകത്തിലെ ക്യാരക്ടേഴ്സ് എങ്ങനെയാണോ, അവരുടെ ക്യാരക്ടേഴ്സിന്റെ ആ സംസാര ശൈലി, സംഭാഷണ ശൈലി എങ്ങനെയാണോ അതുപോലെ നമുക്ക് തോന്നിപ്പോവും ഈ ഉപന്യാസ്, ഈ നോവൽ വായിച്ചു കഴിഞ്ഞാൽ. ऊपर से देखने पर है भी ऐसा ही है, परंतु सूक्ष्म रूप से देखने पर गोदान में लेखक का अद्भुत उपन्यास कौशल दिखाई पड़ेगा, क्योंकि उन्होंने जितनी बातें कही है वे सभी समुचित उत्थान में कही गई है. നമുക്ക് പുറമേ നിന്ന് ഈ ഗോദാൻ എന്ന ഉപന്യാസം നോക്കിക്കഴിഞ്ഞാൽ ഒരു നാടകത്തിന്റെ ചിത്രീകരണം പോലെ നമുക്ക് തോന്നുമെങ്കിലും അതിൽ ഉള്ളിലേക്ക് സൂക്ഷ്മതയോടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലേഖകന്റെ അദ്ഭുത ഉപന്യാസ് കൗശൽ, ഒരു ഉപന്യാസത്തിന്റെ കല, ഉപന്യാസ കല എന്താണെന്നുള്ള അത്ഭുതമായിട്ടുള്ള ഒരു അറിവ് നമുക്ക് അതിലൂടെ കിട്ടും. ദിഖായി പടേക ക്യോങ്കി ഉन्होंने जितनी बातें, ഇതില് അദ്ദേഹം എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു, സബി സമുചിത് ഉത്ഥാൻ മേ കഹി ഗയി ഹെ, എല്ലാം നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ സമൂഹത്തിന്റെ മൊത്തം ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ഈ ഉപന്യാസ് എഴുതിയിരിക്കുന്നത്. കാരണം ഇനിയും സമയം വൈകിയിട്ടില്ല. ഇനിയും നമുക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണമെങ്കിൽ, ഒരുപാട് നമ്മുടെ സമൂഹത്തിന്റെ ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള ഒരു പാഠമാണ് ഈ നോവലിലൂടെ പ്രേംചന്ദ് തരുന്നത്. प्रेमचंद ने एक स्थान पर लिखा है, उपन्यास में आपकी कलम में जितनी शक्ति हो अपना जोर दिखाइए, राजनीति पर तर्क कीजिए, किसी महफिल के वर्णन में 10-20 पृष्ठ लिख डालिए, ഭാഷ സരസ് ഹോനി ചാഹിയെ, കോയി ദൂഷൻ നഹി. പ്രേംചന്ദ് പറയുന്നുണ്ട് ഒരു സ്ഥലത്ത്, പ്രേംചന്ദ് ഈ നോവലിനെ കുറിച്ച് പറയുന്നത്, അതുപോലെ തന്നെ നോവലിനെ മാത്രമല്ല എല്ലാവരോടുമായിട്ട് പ്രേംചന്ദ് പറയുന്നു, ഉപന്യാസ് മേ ആക്കി കലം മേ ജിത്നി ശക്തി ഹോ. നോവൽ എന്ന് പറയുമ്പോൾ ആ നോവലിൽ നമ്മുടെ പെണ്ണ് കലം, നമ്മളുടെ പേനയ്ക്ക് എത്ര ശക്തിയുണ്ടോ അത്രയും ശക്തിയോടെ ആ പേന ചലിക്കണം. രാജനീതി പർ, രാഷ്ട്രീയതയോടെയും നമ്മൾ ചർച്ച ചെയ്യണം. കിസി മഹഫിൽ കെ വർണ്ണൻമേ, എന്ത് വർണ്ണിക്കുകയാണെങ്കിൽ 10-20 പൃഷ്ഠ ലിഖ് ഡാലിയെ, ഭാഷ സരസ്, സരള ഭാഷയിൽ, എളുപ്പമായ ഭാഷയിൽ 10-20 പേജ് നമ്മൾ എഴുതണം. കോയി ദൂഷൻ നഹി, അതിൽ ഒരു നമുക്ക് ഈ നമ്മളുടെ ലിഖാവട്ട് എന്ന് പറയുന്നത് അത്രയും സരസായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഭാഷയിലൂടെ നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിരിക്കണം എന്ന് പ്രേംചന്ദ് പറയാറുണ്ട്. प्रेमचंद ने गोदान में अपनी कलम का पूरा जोर दिखाया है. ഗോദാനിലൂടെ പ്രേംചന്ദ് തൻ്റെ പേനയുടെ ശക്തി പൂർണ്ണമായിട്ടും ശക്തി കാണിച്ചിട്ടുണ്ട്. സബി ബാतें कहने के लिए उपयुक्त प्रसंग कल्पना, सामुचित तर्कजाल और सही मनोवैज्ञानिक विश्लेषण, प्रवाहशील, चुस्त और दुरुस्त भाषा और वर्णन शैली में उपस्थित कर देना प्रेमचंद का अपना विशेष कौशल है. പ്രേംചന്ദിന്റെ ഒരു വിശേഷത എന്ന് പറയുന്നത് പ്രസംഗ കൽപ്പന, അദ്ദേഹത്തിന്റെ കോൺവെർസേഷൻ എന്ന് പറയുന്നത്, അതിന്റെ കൽപ്പന, കാൽപ്പനിക കോൺവെർസേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഉയരത്തിലുള്ളതാണ്. സമുചിത തർക്കജാൽ और സഹി മനോവൈജ്ഞാനിക വിശ്ലേഷൺ പ്രവാഹശീലാണ്. അദ്ദേഹത്തിന്റെ മനോവൈജ്ഞാനിക, ഓരോ ക്യാരക്ടേഴ്സിന്റെയും മനോവൈജ്ഞാനികത അദ്ദേഹം വളരെ ശ്രേഷ്ഠമായി വർണ്ണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാഷ, അതുപോലെ വർണ്ണൻ ശൈലി എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതരം ഉപന്യാസ കല എന്ന് പറയുന്നത് ഒരു കഴിവാണ്. ഈ സൃഷ്ടി से उनकी तुलना में शायद ही किसी उपन्यास लेखक को रखा जा सकता है. നമുക്ക് പ്രേംചന്ദിനെ കമ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഉപന്യാസ
നമുക്ക് കാണാനായിട്ട് കഴിയില്ല. അത്രയും അദ്ദേഹത്തിന്റെ ഉപന്യാസ കല എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമാണ്. जिस समय प्रेमचंद का जन्म हुआ वह युग सामाजिक ധാർമ്മിക രൂഢിവാദ സേ ഭരാ ഹുവാ താ. പ്രേംചന്ദ് ജനിച്ച സമയത്ത്, അദ്ദേഹത്തിന്റെ ജനന സമയത്ത് സമൂഹം, യുഗം, നമ്മുടെ ആ കാലഘട്ടം എന്ന് പറയുന്നത് ധാർമ്മികതയും അതുപോലെ സാമാജിക രൂഢിവാദ എല്ലാം തന്നെ ഉൾപ്പെട്ടതായിരുന്നു. ഈ രൂഢിവാദ സേ സ്വയം പ്രേംചന്ദ് ബി പ്രഭാവിത ഹുയെ. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ രൂഢിവാദ്, അതിൽ അദ്ദേഹം പ്രഭാവിതനാണ്. ജബ് അപ്നെ കഥാസാഹിത്യ കാ സഫർ ശുരു കിയ अनेकों प्रकार के रूढ़िवाद से ग्रस्त समाज को यथाशक्ति कला के शस्त्र द्वारा मुक्त कराने का संकल्प लिया. അദ്ദേഹം വിചാരിച്ചു, അദ്ദേഹത്തിന്റെ കഥാസാഹിത്യം തുടങ്ങുമ്പോൾ, ആ കഥാസാഹിത്യ യാത്ര ആരംഭിക്കുമ്പോൾ അദ്ദേഹം വിചാരിച്ചു ഈ രൂഢിവാദ് അവസാനിപ്പിക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശസ്ത്രം പോലെ തന്നെ അദ്ദേഹത്തിന്റെ പേനയെ അദ്ദേഹം ഉപയോഗിച്ചു. अपनी कहानी के बाले के माध्यम से एक घोषणा करते हुए कहा कि मैं निरर्थक रूढ़ियों और व्यर्थ के बंधनों का दास नहीं हूँ. അതായത് ഈ അദ്ദേഹത്തിന്റെ കഹാനിയിലെ ഒരു ബാലകനിലൂടെ അദ്ദേഹം പറയുന്നത്, ആ ബാലകൻ പറയുന്ന പോലെ പ്രേംചന്ദിന്റെ ശബ്ദമാണ് അത്. മേ നിരർത്ഥക രൂഢിയോം ഔർ വ്യർത്ഥ കെ ബന്ധനവും കാ ദാസ് നഹിഹും. ഈ രൂഢിയുടെ അതുപോലെ തന്നെ ബന്ധനങ്ങളുടെ ദാസനല്ല എന്നാണ് പ്രേംചന്ദ് ആ ബാലകനിലൂടെ. പ്രേംചന്ദ് और ശോഷൻ കാ ബഹുത് പുരാന റിശ്ത മാനാ ജാ സക്താ ഹൈ. പ്രേംചന്ദും അതുപോലെ ശോഷൻ എന്ന് പറഞ്ഞ പീഡനം എന്ന് പറയുന്നത് വളരെ പഴയ ഒരു ബന്ധമാണ് അവർ തമ്മിൽ. ക്യോങ്കി ബച്പൻ സേ ഹി ശോഷൻ കെ ശികാർ രഹേ പ്രേംചന്ദ് इससे अच्छी तरह वाकिफ हो गए. അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹം ഒരുപാട് ശോഷണങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, അതിന്റെ ശിഖാർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് എഴുതാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും വന്നില്ല. സമാജമേ സദാ വർഗവാദ് വ്യാപ്ത് രഹാ ഹെ. വർഗവാദ് അതുപോലെ സമാജമേ രഹ്നെ വാലെ ഹർ വ്യക്തി കോ കിസി ന കിസി വർഗ സേ ജുഡ്നാ ഹി ഹോഗ. ഏത് സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നു, അവർക്ക് ഏതെങ്കിലും ഒരു വർഗ്, ഏതെങ്കിലും ഒരു ധർമ്മം, ഏതെങ്കിലും ഒരു മതം ചൂസ് ചെയ്യണം എന്നുള്ള, ഒരു വർഗ് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു നിബന്ധന പണ്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെറുപ്പം മുതലേ ഈ ശോഷണത്തിനെല്ലാം അകപ്പെട്ട് കഴിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ രചനയിൽ ശോഷൻ എന്താണെന്ന് സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് എഴുതാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. प्रेमचंद ने वर्गवाद के खिलाफ लिखने के लिए ही सरकारी पद से त्यागपत्र दे दिया. वह इससे संबंधित बातों को उन्मुख होकर लिखना चाहते थे. അദ്ദേഹം എഴുതുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സർക്കാരി പോസ്റ്റ് തന്നെ അദ്ദേഹം റിസൈൻ ചെയ്ത് അദ്ദേഹം എഴുതാനായിട്ട് തുടങ്ങി. ഉൻകെ മുതാബിക് വർത്തമാൻ യുഗ് നാ തോ ധർമ്മ കാ ഹെ നാ ഹി മോക്ഷ കാ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പറയുന്നത് വർത്തമാൻ യുഗ്, ഇന്നത്തെ യുഗം എന്ന് പറയുന്നത് ധർമ്മത്തിന്റെ യുഗമല്ല, മതത്തിന്റെ യുഗമല്ല, മോക്ഷത്തിന്റെ യുഗമല്ല. അർത്ഥ ഹി ഇസ്കാ പ്രാൺ ബൻതാ ജാ രഹാ ഹെ. അതുപോലെ അർത്ഥ്, അത് എക്കണോമിക്കലി പൈസ, നമുക്ക് സമ്പത്ത് എന്ന് പറയുന്നത് പ്രാണനല്ല, അങ്ങനെയുള്ള ഒരു സമ്പത്താണ് നമ്മുടെ പ്രാണൻ എന്ന് പറഞ്ഞ് ജീവിക്കുന്നത്. ആവശ്യകതയ്ക്ക് അനുസാർ അർത്ഥോപാർജൻ സബ്കെ ലിയെ അനിവാര്യ ഹോത്താ ജാ രഹാ ഹെ. അപ്പൊ പ്രേംചന്ദ് പറയുന്നത് നമുക്ക് ആവശ്യത്തിന് വേണ്ട സമ്പാദ്യം എല്ലാവർക്കും അനിവാര്യമാണ്, അല്ലെ? നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാവർക്കും സമ്പത്ത് ആവശ്യമുണ്ട്. ആവശ്യത്തിന് വേണ്ട സമ്പത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി നമുക്ക് അർത്ഥോപാർജൻ, സമ്പത്ത് ശേഖരിക്കണം, സമ്പത്ത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ജോലി എടുക്കണം. ഇസ്കേ ബിനാ ജിന്ദാ രഹനാ സർവദാ അസംഭവ ഹെ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലായതാണ് അർത്ഥാണ് ജീവിതത്തിന്റെ പ്രാണൻ എന്നുള്ളത്. പണ്ടങ്ങനെയാണ്, സമ്പത്തുണ്ടെങ്കിലേ നമ്മുടെ ജീവൻ നിലനിൽക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു പാഠം അദ്ദേഹം ജീവിതത്തിലൂടെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയും, നമ്മൾ ആവശ്യത്തിന് വേണ്ട സമ്പത്ത് നമ്മൾ ശേഖരിക്കണം, സമ്പത്ത് നമ്മൾ ആർജിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഇസ്കേ ബിനാ, സമ്പത്ത് ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനായിട്ട് ജീവിതം അസംഭവ ആണ് എന്നാണ് പ്രേംചന്ദിന്റെ അഭിപ്രായം. वह कहते हैं कि समाज में जिंदा रहने में जितनी कठिनाइयों का सामना लोग करेंगे उतना ही वहां गुनाह होगा.
നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കാനായിട്ട് എന്തൊക്കെ കഷ്ടപ്പാടുകൾ നമ്മൾ അനുഭവിക്കുന്നു, അത്രയും തന്നെ ഗുണ ഉണ്ടാവുന്നു, അത്രയും തന്നെ അനീതിയും നടക്കുന്നു. അഗർ സമാജ് മേ ലോഗ് खुशहाल लोग होंगे तो समाज में अच्छाई ज्यादा होगी और समाज में गुना नहीं के बराबर होगा. നമ്മുടെ സമൂഹത്തിൽ ജനങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുകയാണെങ്കിൽ ഗുണ അനീതി അവിടെ നടക്കുന്നില്ല. അവിടെ എന്നും അച്ചായി മാത്രം, നന്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, തിന്മ ഉണ്ടാവുകയില്ല. प्रेमचंद ने शोषित वर्ग के लोगों को उठाने का हर संभव प्रयास किया है. ഈ ഗോദാൻ എന്ന നോവലിലൂടെ പ്രേംചന്ദ് ശോഷിത വർഗ ആയിട്ടുള്ള, ശോഷണം അനുഭവിക്കുന്നവർക്ക് അവരുടെ ജനങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കാനായിട്ടുള്ള ഒരു പല രീതിയിലുള്ള പരിശ്രമം അദ്ദേഹം ഈ രചനയിലൂടെ ചെയ്തിട്ടുണ്ട്. उन्होंने आवाज लगाई, ये लोगों, जब तुम्हें संसार में रहना है तो जिंदों की तरह रहो, मुर्दों की तरह जिंदा रहने से क्या फायदा. പ്രേംചന്ദിന്റെ ഈ വാക്കുകൾ എത്ര ഫലവത്താണ്. നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ ജീവനുള്ളവരെ പോലെ ജീവിക്കുക. മുർദോं के तरह, ജീവനില്ലാതെ ജീവിച്ചിട്ട് എന്താണ് കാര്യമുള്ളത് എന്നാണ് പറയുക. അപ്പൊ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മളുടെ അധികാരത്തിന് വേണ്ടി നമ്മൾ പോരാടി ജീവിക്കണം എന്നുള്ളതാണ് ഇതിലൂടെ. ശാന്തമായി ഇരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും നേടാൻ കഴിയില്ല എന്നുള്ള ഒരുപാട് പാഠങ്ങൾ ഈ വാക്കുകളിലൂടെ പ്രേംചന്ദ് നമുക്ക് തരുന്നു. प्रेमचंद ने अपनी कहानियों में शोषक समाज के विभिन्न वर्गों की करतूतों व हथकंडों का पर्दाफाश किया. അദ്ദേഹത്തിന്റെ എല്ലാ രചനകളിലും ശോഷക സമാജക്ക് വിഭിന്ന, പല രീതിയിലുള്ള ശോഷണങ്ങൾ അനുഭവിക്കുന്ന സമൂഹത്തിൽ ആ പല ശോഷണങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന്റെ രചനയിൽ അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. यह उपन्यास जो पूर्व औपनिवेशिक काल में सेट किया गया है, हमें भारत में किसानों के जीवन के माध्यम से एक यात्रा के माध्यम से ले जाता है. ഒരു കിസാന്റെ ജീവിതം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഔപനിവേശിക കാൽ, അതായത് ഒരു കിസാന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്ര പോലെയാണ്. അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. അതിലെ ശോഷണത്തിനും ഒരു അവസാനവും ഉണ്ടാവുന്നില്ല. गोदान जिसका अर्थ है एक गाय का उपहार, एक उपन्यास है जो होरी और उसके परिवार के जीवन के चारों ओर घूमता है, जो भारत के किसान समाज का प्रतिनिधित्व करता है. अപ്പൊ एक गाय का उपहार, അതാണ് ഗോദാൻ. गाय का दान, एक गाय का उपहार, ഒരു ഗായെ ദാനം ചെയ്യുന്നു. അവസാനം എല്ലാ സ്വത്തും സമ്പത്തും നഷ്ടപ്പെട്ട് ഹോരി ജീവിതകാലം മുഴുവൻ സ്വന്തം പരിവാർ, ഫാമിലിക്ക് വേണ്ടി കഷ്ടപ്പെട്ട്, കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ഹോരി ധനിയ, അവർക്ക് അവസാനമായി ഉള്ളത് അവരുടെ ഒരു ഗായ് മാത്രമാണ്. അപ്പൊ അവരുടെ കടം, അവർക്ക് കടം കൊടുക്കാനായിട്ട്, അവസാനം ആ കടം കൊടുക്കാനായിട്ട് ആ ഗായിനെ കൂടെ അവർ दानन ചെയ്യുന്നതാണ് ഈ ഗോദാൻ എന്ന് പറയുന്നത്. पूरे उपन्यास के दौरान हमें लगता है कि होरी अपने अंदर एक महान और शुद्ध दिल रखने के लिए बाधाओं को सहन कर रहा है. ഈ ഉപന്യാസം മൊത്തം, ഈ നോവൽ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ശുദ്ധഗതിയായ വ്യക്തിയാണ് ഹോരി. അദ്ദേഹത്തിന്റെ മനസ്സ് ശുദ്ധമായ മനസ്സാണ്, മഹാനായ മനസ്സാണ്. അദ്ദേഹത്തിന്റെ സഹോദരന് വേണ്ടിയും അതുപോലെ മക്കൾക്ക് വേണ്ടിയും അദ്ദേഹം എല്ലാം സഹിച്ച്, എല്ലാ കഷ്ടതകളും സഹിച്ച് അവർക്കെല്ലാം ദാനം ചെയ്യുന്നു. എല്ലാവർക്കും എല്ലാം ദാനം ചെയ്യുന്ന ഒരു ശുദ്ധഗതിക്കാരനായ ഒരു കർഷകനാണ് ഈ ഉപന്യാസിലെ ഹോരി എന്ന് പറയും. കഹാനി ഹോരി സേ ശുരു ഹോത്തി ഹെ. ഈ കഹാനി തുടങ്ങുന്നത് ഹോരിയിൽ നിന്നാണ്. നമ്മുടെ ഇതിലെ മുഖ്യ പാത്രമാണ് ഹോരി. जो बोला एक चरवाहे से गाय खरीद रहा है, गाय का आगमन प्रतिष्ठा का प्रतीक है. അല്ലെ, അദ്ദേഹം ഒരു ഗായ്, പശുവിനെ വാങ്ങുന്നു. അപ്പൊ പശു ഒരു വീട്ടിലേക്ക് വരുന്നത് നമ്മളുടെ പ്രതിഷ്ഠ, നമ്മളുടെ ഒരുപാട് പ്രതീക്ഷകൾ, നമ്മളുടെ ജീവിതത്തിന്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് പശുവിന്റെ വരവോടുകൂടിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്ന ആ പശുവിൽ നിന്നാണ്. ഹോരി ഗായ്ക്ക് മദദ് സേ അപ്ന ദൂത് ബേച്ച്കർ കുച്ച് സാൽ കമാതാ ഹെ. കുറച്ചു കാലം ഈ പശുവിന്റെ സഹായത്തോടെ പശുവിന്റെ പാല് വിറ്റ് അദ്ദേഹം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഹോരി സേ ഈർഷ്യ ഉസ്കാ ബായി हीरा गाय को जहर देता है.
ഹോരിയോട് ദേഷ്യം കൊണ്ട് അദ്ദേഹത്തിന്റെ ഭായി ഹീര അദ്ദേഹത്തിന്റെ ഗായ്ക്ക് പശുവിനെ എന്ത് ചെയ്യുന്നു? जहर विषम കൊടുക്കുന്നു. जब पुलिस गाय की मौत के बारे में पूछताछ करती है, होरी पुलिस को रिश्वत देता है और अपने भाई का नाम हटा देता है. അപ്പോൾ ഈ പശുവിന് വിഷം കൊടുത്തത് ഹോരിയുടെ തന്നെ ഭായി ആയതുകൊണ്ട്, സഹോദരനായതുകൊണ്ട് പോലീസ് തെളിവെടുപ്പിന് വന്നപ്പോൾ ഹോരി പോലീസിന് റിശ്വത് കൈക്കൂലി കൊടുത്തുകൊണ്ട് പറയുന്നു തൻ്റെ സഹോദരനെ ഇതിൽ നിന്നും ഒഴിവാക്കണമെന്ന്. അപ്പോൾ തൻ്റെ ഗായ് നഷ്ടപ്പെട്ടിട്ട് പോലും സഹോദരനെ തള്ളിപ്പറയാതെ സഹോദരനെ സംരക്ഷിക്കുന്ന ഒരു സച്ചാ ദിൽവാലെ, നല്ല മനസ്സിന്റെ ഉടമയാണ് ഇവിടെ ഹോരി എന്ന് പറയുന്ന പാത്രം. ജുനിയ बोला कि बेटी गोभी होरी के बेटे द्वारा गर्भवती हो जाती है. ग्रामीण की कार्रवाई के डर से गोबर भाग जाता है. അപ്പോൾ ഈ ഗോബർ ഹോരിക്ക് ബേട്ടയാണ്. അപ്പോൾ ബോലയുടെ മോള് ഗോപി ഗോബറുമായിട്ട് ബന്ധം വെക്കുന്നു. അങ്ങനെ സമൂഹത്തിന് മൊത്തം, ഗ്രാമത്തിന് മൊത്തം പേടിച്ച് ഗോബർ അവിടെ നിന്നും ഓടിപ്പോകുന്നു. ഭാഗ് ജാത്താ ഹെ, ഓടിപ്പോകുന്നു. ധനിയ ഹോരിക്ക് പത്നി ജുനിയ കോ ആശ്രയ ദേത്തി ഹെ. ആ സമയത്ത് ജുനിയനെ സംരക്ഷിക്കുന്നത് ആരാണ്? നമ്മുടെ ധനിയാണ്. फिर से होरी को निम्न वर्ग की लड़की को आश्रय देने के कारण कर्ज का बोझ उड़ाना पड़ता है. അപ്പോൾ ഏത് രീതിയിലൊക്കെ കടം വരുന്നെന്ന് നോക്കൂ. കടം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഈ നിമ്നവർഗ്, താഴ്ന്ന വർഗിലുള്ള പെൺകുട്ടീനെ ആശ്രയം കൊടുത്തത് കൊണ്ട് അദ്ദേഹത്തിന് അതിന് ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരുന്നു. ഹർ കോയി ഹോരി പർ ബോജ് ഡാൽനെ കി കോശിഷ് കർത്തേ ഹെ. എല്ലാവരും ഹോരിയിൽ ഒരുപാട് കടം ഹോരിയുടെ തലയിൽ കൊണ്ടിടുന്ന അവസ്ഥയാണ്. മകന്റെ കയ്യിൽ നിന്നും കിട്ടുന്നു. ഹോരി അപ്പനെ ബേട്ടെ ഗോബർ പർ അപ്പനി സാരി ഉമ്മേദയും ചോട് ദേത്താ ഹെ. തൻ്റെ എല്ലാ പ്രതീക്ഷകളും തൻ്റെ മകനിലാണ് എന്ന് പ്രതീക്ഷിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ലേക്കിൻ ഗോബർ ഉസ്കി മദത് കർനെ സെ ഇൻകാർ കർ ദേത്താ ഹെ. ഗോബർ ഹോരിനെ സഹായിക്കാനായിട്ട് നിൽക്കുന്നില്ല, സഹായിക്കാനായിട്ട് താല്പര്യം കാണിക്കാതായി തിരസ്കരിക്കുന്നു. ഗോബർ ജുനിയ കെ സാദ് കസ്ബേ മേ ബസ് ജാത്തെ ഹെ. അങ്ങനെ ജുനിയയുടെ കൂടെ ഗോബർ കസ്ബയിലേക്ക് താമസം മാറ്റുന്നു. അങ്ങനെ ഹോരിയും ധനിയും അവിടെയും ഒറ്റപ്പെടുന്നു. അപ്പോൾ ഇവർ അവരുടെ ജീവിതകാലം മുഴുവൻ സഹോദരന് വേണ്ടിയും, ഹോരി സഹോദരന് വേണ്ടിയും സ്വന്തം പുത്രന് വേണ്ടിയും കഷ്ടപ്പാടുകൾ അനുഭവിച്ചു, മക്കൾക്ക് വേണ്ടിയും കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. അവസാനം ഇവർക്ക് ആരും തന്നെ കൂട്ടിനില്ലാതെ ആവുന്നു. उपन्यास राजनीतिक व्यवस्था के कारण ग्रामीण समाज के सामने आने वाली समस्याओं को सामने लाता है. അപ്പൊ നമ്മുടെ ഈ ഗോദാൻ എന്ന ഉപന്യാസ് രാഷ്ട്രീയതയും അതിൽ ഉൾപ്പെടുന്നു. അതുകൊണ്ട് ഗ്രാമീണ സമാജക്കെ സാമനെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരുപാട് വ്യവസ്ഥകൾ വന്നതുകൊണ്ട് തന്നെ ഗ്രാമീണ സമൂഹത്തിൽ അത് എത്രത്തോളം പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഈ നോവലിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ് പ്രേംചന്ദ് ചെയ്യുന്നത്. बीच में उपन्यास हमें अलग अलग विचारों के दो लोगों के बीच प्रेम घृणा संबंधों के बारे में बताते हैं. അപ്പൊ ഇതിൽ മറ്റുള്ള ക്യാരക്ടേഴ്സ് ആയിട്ട് മിസ് മാലതി, അതുപോലെ തന്നെ മിസ്റ്റർ മെഹത്ത. मिस मालती पुरुषों और महिलाओं के बीच समानता पर विश्वास करती है, जबकि मिस्टर मेहता का मानना है कि समाज में पुरुषों की तुलना में महिलाओं को एक उच्च पद दिया जाना चाहिए. അപ്പം രണ്ട് ചിന്താഗതികളുള്ളവരുടെ ജീവിത രീതി എങ്ങനെയായിരിക്കും എന്നുള്ളതെല്ലാം തന്നെ ഈ നോവലിലൂടെ നമ്മുടെ പ്രേംചന്ദ് നമുക്ക് കാണിച്ചു തരികയാണ്. ഹോരി ഖർജ് കെ ജാൽ മേ ഫസാ ഹുവാ ഹെ. അതുപോലെ തന്നെ കുടുംബത്തിന് വേണ്ടി പരിശ്രമിച്ച് കടത്തിൽ മുങ്ങി കടത്തിന്റെ വലയിൽ പെട്ട് കിടക്കുന്ന ഹോരിയുടെ കഥ വളരെ ശോചനീയമായിട്ട് ഇതിൽ ഗോദാനിലൂടെ പ്രേംചന്ദ് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കും. ഇതിൽ പ്രസിദ്ധ പാത്രം എന്ന് പറയുന്നത് ഹോരി ധനിയ, പിന്നെ ഹോരി റാം എന്നാണ് പറയുന്നത്. ഹോരി റാം, ധനിയ, പിന്നെ ഗോബർ, ജുനിയ, സോന മധുര, രൂപ, രാം സേവക്, ശോഭയുണ്ട്, പിന്നെ അതുപോലെ ഹീര, പുനിയ. ഇത്രയും ക്യാരക്ടേഴ്സ് ആണ് നമ്മുടെ ഈ ഗോദാനിലൂടെ പ്രേംചന്ദ് കൊണ്ടുവന്നത്. പിന്നെ മിസ്റ്റർ മെഹത്ത, അങ്ങനെ മിസ് മാലതി, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സും ഈ രചനയിൽ ഈ ഗോദാൻ എന്ന ഉപന്യാസത്തിലൂടെ ഇത്രയും ക്യാരക്ടേഴ്സിനാണ്
ജീവൻ കൊടുത്തിരിക്കുന്നത് ഈ ഉപന്യാസത്തിലൂടെ പ്രേംചന്ദ്. അപ്പോൾ പ്രേംചന്ദിൻ്റെ ഈ ഗോദാൻ എന്ന ഉപന്യാസത്തിൻ്റെ സമീക്ഷ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സമീക്ഷയായിരുന്നു. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു.